Hi dear learners, I am Shahida. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ BA ഹിന്ദി ഫസ്റ്റ് സെമിസ്റ്ററിലെ തേർഡ് ബ്ലോക്കാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തേർഡ് ബ്ലോക്കിൽ എന്താണ് മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഭക്തികാൽ और उनकी प्रमुख शाखाएं. നമ്മളിപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ എന്താ പഠിച്ചത്? സെക്കൻഡ് ബ്ലോക്കിലും ഫസ്റ്റ് ബ്ലോക്കിലും ആദ്യകാലത്തെ കുറിച്ചായിരുന്നു അല്ലേ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭക്തികാലത്തെ കുറിച്ചാണ്. രണ്ടാമത്തെ കാലവിഭാജനിലെ രണ്ടാമത്തെ കാലം. ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് നമ്മൾ മൂന്നാമത്തെ ബ്ലോക്കിൽ പഠിക്കാൻ പോകുന്നത്. ഭക്തികാൽ और उनकी प्रमुख शाखाएं. ഭക്തികാലവും അതിൻ്റെ പ്രധാനപ്പെട്ട ശാഖകളും എന്നാണ് ഈ ബ്ലോക്കിന്റെ പേര്. ഈ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ യൂണിറ്റ് പറയുന്നത് ഭക്തികാൽ സാമാജിക് രാജനീതിക് സാംസ്കൃതിക് പഹലു. ഭക്തികാലത്തിലെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ ആ മേഖലയെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ യൂണിറ്റിലൂടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഭക്തികാൽ के समय एवं परिस्थिति से परिचय प्राप्त करता है. ഭക്തികാലത്തിന്റെ സമയവും അതിന്റെ പരിസ്ഥിതിയുമാണ് നമ്മൾ ഇതിൽ ആദ്യത്തിൽ മനസ്സിലാക്കുന്നത്. ഭക്തികാൽ के सामाजिक सांस्कृतिक राजनीतिक वातावरण से परिचय प्राप्त करता है. ഭക്തികാലത്തിന്റെ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ ആ വാതാവരണം, അതിൻ്റെ ആ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു നമ്മൾ പരിചയപ്പെടുന്നു. ഭക്തികാൽ के ഭഗവത് ധർമ്മ के प्रचार एवं प्रसार के बारे में समझ. ഭക്തികാലത്തിൽ ഭഗവാന്റെ ദൈവികമായ മതപരമായ ആ ഒരു പ്രവൃത്തികൾ എങ്ങനെയൊക്കെയാണ് നടന്നിരുന്നത് എന്നൊക്കെയാണ്. ഭക്തികാലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ദൈവത്തോട് ഭക്തിയാണ് ആ കാലത്തിലെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയൊക്കെയായിരുന്നു നോക്കുന്നു. ഭക്തികാൽ की സമൃദ്ധ ദാർശനിക് വാതാവരണത്തെ പരിചയപ്പെടുത്ത്. ഭക്തികാലത്തിൽ സമൃദ്ധമായ ദാർശനികമായിട്ടുള്ള സിദ്ധാന്തങ്ങളെ കുറിച്ചും ആ വക കാര്യങ്ങളൊക്കെ കൂടെ നമ്മൾ ഇതിൽ നോക്കുന്നു. ഭക്തികാൽ का ആരംഭ एक विशेष परिस्थिति में हुआ है. ഭക്തികാലത്തിന്റെ ആരംഭം ഒരു വിശേഷപ്പെട്ട ഒരു പരിസ്ഥിതി, ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഭക്തികാലത്തിന്റെ തുടക്കം ഉണ്ടാകുന്നത്. उस समय हिंदू राजाओं की राजसत्ता नष्ट होने के कारण राजाश्री कवियों का पद भी नष्ट हो गया है. ഏത് സമയത്താണ് ഭക്തികാലം തുടങ്ങുന്നത്? എപ്പോഴാണോ ഹിന്ദു രാജാക്കന്മാർക്ക് അവർക്ക് രാജപദവി നഷ്ടപ്പെടുകയും അതിനോടൊപ്പം തന്നെ ഈ രാജാവിന് അവരുടെ ഒരു പ്രതാപകാലം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ആശ്രയിച്ച് കഴിയുന്ന രാജകവികൾക്കും എന്തായി? അവരുടെ നല്ല കാലവും കഴിഞ്ഞു. അവരുടെ ആ ഒരു പദവി, രാജകവി എന്നുള്ള പദവിയും അവിടെ നഷ്ടപ്പെട്ടു. इसलिए आजीविका के संकट में भारतवासी भक्ति की ओर प्रेरित हुई. അങ്ങനെ തന്നെ നിത്യവൃത്തിക്കുള്ള ചെലവിന് പോലും, നിത്യവൃത്തിക്കുള്ള വകുപ്പ് പോലും ഇല്ലാതെ ജനങ്ങൾ പലതരത്തിലും ഇവര് മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലത്ത് സ്വാഭാവികമായിട്ടും ഹിന്ദു രാജാക്കന്മാരുടെ ക്ഷയവും മുഗൾ രാജാക്കന്മാരുടെ കടന്നുകയറ്റവും ഇതെല്ലാം സാധാരണ ജനങ്ങളെ രാജാക്കന്മാരെ പോലും ആശ്രയിക്കാനില്ലാത്തൊരവസ്ഥയിലേക്ക് അവരെ കൊണ്ടുചെത്തിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പിന്നെ ആരെ ആശ്രയിക്കുകയാണ്? ദൈവത്തെ ആശ്രയിക്കുകയാണ്. ഭക്തി എന്ന മാർഗത്തിലേക്ക് അവർ തിരിയാണ്. അങ്ങനെയാണ് ഭക്തികാലത്തിന്റെ ആരംഭം ഉണ്ടാകുന്നത്. ഭക്തികാലീൻ സമയം ഹിന്ദു और മുസ്ലിമാൻ സംസ്കൃതി एकजुट हो गई. ഭക്തികാലത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹിന്ദു മുസ്ലിം ഏകതയാണ്. രണ്ട് മതങ്ങളുടെയും ആ ഒരു വികാരങ്ങളും എല്ലാം ഒരു സമന്വയം ഉണ്ടായി എന്നാണ് അവിടെ പറയുന്നത്. മുഖ്യ പ്രവൃത്തികൾ. ഭക്തികാൽ से താല്പര്യം ഭഗവാൻ ധർമ്മ के प्रचार एवं प्रसार से है. ഭക്തികാലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദൈവികമായ മതത്തിന്റെ പ്രചരണം.
लोक प्रचलित भाषाएं भक्ति मार्ग की अभिव्यक्ति के माध्यम के रूप में बदल गई. രണ്ടാമത്തെ ഈ രാജ്യത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഭാഷകളൊക്കെ ഭക്തി പ്രചരിപ്പിക്കുന്നതിനുള്ളൊരു മാധ്യമമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി, ഭാഷയെ ഉപയോഗിക്കാൻ തുടങ്ങി. ഭക്തികാലത്തെ സമൃദ്ധ ദാർശനികവാദം, മറ്റൊരു പ്രത്യേകത ഭക്തികാലത്തിൻ്റെ സമൃദ്ധമായൊരു ദാർശനികമായിട്ടുള്ള ഒരു വാതാവരണം, ഒരു പ്രത്യേക തരം ഒരു വാതാവരണം, ഒരു ദാർശനികതയുടെ വാതാവരണമാണ് ഭക്തികാലത്ത് ഉണ്ടായിരുന്നത്. സമന്വയ ഭാവനാക പ്രദർശനം, ഏകോപന മനോഭാവമാണ് അന്ന്. നമ്മളെല്ലാവരും ഒന്നാണ് എന്നൊരു മനോഭാവം എന്നുണ്ടായി. ഭക്തികാല ജനങ്ങൾക്ക് നമ്മൾക്ക് നമ്മളേ ഉള്ളൂ, നമ്മളെല്ലാവരും ഒന്നാണ് എന്നൊരു ബോധം അന്ന് ഈ ഭക്തികാലത്തെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഭക്തികാൽ മേ സാമാജിക് സാംസ്കൃതിക് और ഭാഷാ സംബന്ധി അഭിവൃദ്ധി, ഭക്തികാലത്തിലെ സാമൂഹികവും സാംസ്കാരികവും ഭാഷാ സംബന്ധമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രാജനീതിക സ്ഥിതി, രാഷ്ട്രീയമായ സാഹചര്യം, ഭക്തികാലത്തെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയൊക്കെയായിരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. राजनीतिक दृष्टि से देखें तो भक्ति काल उत्तर भारत का शासन तुगलक वंश के आरंभ से लेकर मुगल वंश के ഷാജഹാൻ തക്ക് का समय है. രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ നോക്കുകയാണ് ഈ ഭക്തികാലത്തിന്റെ കാലം എന്ന് പറയുന്നത് തുഗ്ലക് വംശത്തിന്റെ ആരംഭം മുതൽ മുഗൾ വംശത്തിലെ ഷാജഹാന്റെ ആ ഒരു സമയം വരെയാണ് ഏത് ഭക്തികാലം എന്ന് രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാലഘട്ടം. तब ഗോരി വംശിക മുഹമ്മദ് ഗോരിനെ ഭാരത് पर ആക്രമണം शुरू किया था. അപ്പോഴാണ് ഗോരി വംശത്തിൽപ്പെട്ട മുഹമ്മദ് ഗോരി ഭാരതത്തിനെ ആക്രമിക്കുന്നത്. ചൗഹാൻ വംശീയ സാമ്രാട്ട് പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോരിക്ക് ഹാത്തോം സെ മാരാ ഗയ. ഏറ്റവും നമ്മൾ പൃഥ്വിരാജ് രാസോ എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട് ചന്ദബർദായിൽ. അതിലെ ആ ഒരു ചക്രവർത്തി രാജാവാണ് പൃഥ്വിരാജ് രാസോ. അദ്ദേഹം ആരാൽ വധിക്കപ്പെടുകയാണ്? മുഹമ്മദ് ഗോരിയുടെ കൈകൊണ്ട് വധിക്കപ്പെട്ടു. പരിണാമദാഹ ഹിന്ദി സാമ്രാജ്യ की സ്ഥാപന हुई. ദില്ലി സാമ്രാജ്യ അതിന്റെ പരിണാമ ഫലമായിട്ടാണ് ദില്ലി സാമ്രാജ്യം, മുഗളന്മാരുടെ ദില്ലി സാമ്രാജ്യം ഒക്കെ രൂപീകരിച്ചത്. കുത്തബുദ്ദീൻ ഐബക് മുഹമ്മദ് ഗോരി का ഉത്തരാധികാരി बना. മുഹമ്മദ് ഗോരിയുടെ ഉത്തരാധികാരിയായിരുന്നു കുത്തബുദ്ദീൻ ഐബക്. സനു 1290 में भारत में ഖിൽജി വംശ का സ്ഥാപന हुई. അങ്ങനെ 1920 ഭാരതത്തിൽ ഖിൽജി വംശത്തിന്റെ ഉദയം ഉണ്ടായി. കരീബ് 4 വർഷ തക്ക് ജലാലുദ്ദീൻ ഖിൽജി का शासन काल रहा था. ഏകദേശം ഒരു 6 വർഷക്കാലം ജലാലുദ്ദീൻ ഖിൽജിയുടെ ഭരണമാണ് ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. ജലാലുദ്ദീൻ ഖിൽജി की मृत्यु के पश्चात ഗിയാസുദ്ദീൻ ने തുഗ്ലക് വംശ की സ്ഥാപന की. ജലാലുദ്ദീൻ ഖിൽജിയുടെ മരണശേഷം അടുത്തതായിട്ട് ഗിയാസുദ്ദീനാണ് ഖിൽജി വംശത്തിന് ശേഷം എന്ത് വന്നു? തുഗ്ലക് വംശം വന്നു. സനു 1451 में ലോധി വംശ സ്ഥാപന. 1451 ലോധി വംശത്തിന്റെ സ്ഥാപനം ഉണ്ടായി. ഇസ്മേം ലോധി വംശ കെ സുൽത്താൻ സിക്കന്ദർ ലോധി പ്രസിദ്ധി. ലോധി വംശത്തിലെ ഏറ്റവും പ്രസിദ്ധമായ രാജാവായിരുന്നു സിക്കന്ദർ ലോധി. സനു 1525 में ബാബർ ഭാരത് में आया. പിന്നീടാണ് 1525 ബാബർ ഭാരതത്തിലേക്ക് വരുന്നത്. ബാബറിനെ വഹാം കെ മഹാരാജാവോं को पराजित कर भारत में മുഗൾ വംശ की സ്ഥാപന की. അങ്ങനെ ബാബർ ഇന്ത്യയിലുള്ള രാജാക്കന്മാരെയും മഹാരാജാക്കന്മാരെയും എല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് ഭാരതത്തിൽ മുഗൾ വംശത്തിന്റെ സ്ഥാപനം ചെയ്തു. അങ്ങനെ മുഗൾ വംശം ഭാരതത്തിൽ തുടക്കം കുറിച്ചത്. മുഗൾ കാൽ ഹിന്ദിക്ക് ഭക്തി സാഹിത്യ സുവർണകാൽ കഹാജാത്. ഈ മുഗൾ കാലമാണ് ഹിന്ദി സാഹിത്യത്തിലെ നമ്മുടെ ഭക്തികാലത്തിന്റെ സുവർണ കാലഘട്ടം. ഭക്തികാലത്തിലെ ഏറ്റവും സുവർണമായ കാലഘട്ടം എന്ന് പറയുന്നത് മുഗളന്മാരുടെ ഭരണ കാലഘട്ടമാണ്. अकबर जैसे मानवीय एवं सुसंस्कृत सम्राटों और
सत्ताधारियों ने भक्ति के प्रवाह को अवश्य प्रोत्साहन किया. അക്ബർ, മുഗൾ സാമ്രാജ്യത്തിലെ ഏറ്റവും നല്ലൊരു ഭരണാധികാരിയായിരുന്നു അക്ബർ. ഈ മുസ്ലിം ഹിന്ദു ഏകോപനത്തിനൊക്കെ വേണ്ടിയിട്ട് ജാതിമത വ്യവസ്ഥയ്ക്ക് ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ച വളരെ നല്ലൊരു രാജാവായിരുന്നു അക്ബർ. അദ്ദേഹം നല്ലൊരു മാനവീയ സാംസ്കൃതിക നല്ലൊരു മനസ്സിന്റെ ഉടമയും നല്ലൊരു സംസ്കാരത്തിന്റെ ഉടമയുമായ ചക്രവർത്തിയായി നല്ല സത്താധാരം നല്ല സ്വഭാവ ഗുണങ്ങളുമുള്ള ഈ രാജാവായ അക്ബർ ഭക്തി പ്രവാഹಕ್ಕೆ ഈ ഭക്തികാലത്തിലെ ഭക്തി പ്രവാഹത്തിന് വേണ്ട എല്ലാ പ്രോത്സാഹനവും ആര് കൊടുത്തു? ഈ അക്ബർ ചക്രവർത്തി കൊടുത്തു. ഇനി നമുക്ക് അടുത്തത്, ഇത്രയുമാണ് രാജനീതിക് പരിസ്ഥിതി എന്ന് പറയുന്നത്, രാഷ്ട്രീയമായ സാഹചര്യം. ഓരോ കാലഘട്ടത്തിൽ ഓരോ വംശം വരുന്നു, അവസാനം മുഗൾ വംശം വരുന്നു. ഈ മുഗൾ വംശമാണ് ഭക്തികാലത്തിന്റെ ഏറ്റവും സുവർണമായ കാലഘട്ടം. അതാണ് ഭക്തി രചനകളുടെ ഈ അക്ബറിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കലാകാരന്മാർക്ക് എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനം ലഭിക്കുന്ന ഒരു കാലഘട്ടം ആയിരുന്നു. അടുത്താണ് സാമാജിക പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ സാമൂഹിക സാഹചര്യം. എന്തായിരുന്നു ആ കാലഘട്ടത്തിലെ സാമൂഹിക സാഹചര്യം എന്തായിരുന്നു എന്ന് നോക്കാം. तत्कालीन सामाजिक जीवन की ओर दृष्टि डालने पर मालूम होता है कि इस समय हिंदुओं में जाति चिंता, वर्ण व्यवस्था, अंधविश्वास आदि बुराइयों जोरों पर दी. നമ്മൾ അന്നത്തെ സമൂഹത്തിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. അന്നത്തെ ഹിന്ദുക്കൾക്കിടയിൽ ജാതി വ്യവസ്ഥ, മതപരമായ വ്യത്യാസങ്ങളുടെ ചിന്ത, വർണ്ണവ്യവസ്ഥ, നിറഭേദങ്ങളുടെ വ്യവസ്ഥ, അന്ധവിശ്വാസം, ഇങ്ങനെ തുടങ്ങി കുറേ ചീത്ത ചിന്തകൾ ഹിന്ദു സമുദായത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. हिंदुओं और मुसलमानों के बीच सामाजिक सांस्कृतिक या आर्थिक संपर्क और एकता न थे. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഒരു സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായ ഒരു ഏകത അന്ന കാലത്ത് ഉണ്ടായിരുന്നില്ല. इस संदिग्ध स्थिति में दोनों के बीच मेल बनाने के लिए कई कवियों ने लेखनी चलाई. ഈ കാലഘട്ടത്തിൽ അന്നത്തെ കാലത്ത് കുറേ കവികൾ ഇവർക്കിടയിൽ ഒരു ഏകത രൂപീകരിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള രചനകൾ എഴുതിയിരുന്നു. स्पष्ट है कि भक्ति काल की कृष्ण भक्ति धारा में कई भक्त मुसलमान थे. നമ്മൾക്ക് ഒരു കാലം വ്യക്തമാവും, ഭക്തികാലത്തിലെ കൃഷ്ണഭക്തി കാലത്തിലെ ഒരുപാട് കവികൾ ആരായിരുന്നു? മുസൽമാന്മാരായിരുന്നു. കൃഷ്ണഭക്തി രചനകൾ എഴുതിയ ഒരുപാട് കവികൾ ആരായിരുന്നു? മുസ്ലിംസ് ആയിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്തെ കവികൾ ഈ ഒരു മതഭേദങ്ങൾ ഇല്ലാണ്ടാക്കുന്നതിന് വേണ്ടി വളരെയധികം പ്രയത്നിച്ചിരുന്നു. വൈസെ നാഥോം और സിദ്ധോं ने ജാതി വ്യവസ്ഥ का विरोध किया. അതേപോലെ തന്നെയാണ് നാഥന്മാരും സിദ്ധന്മാരും ജാതി വ്യവസ്ഥയ്ക്ക് എതിരായിരുന്നു. वह भी नहीं इस समय यहाँ के व्यापार व्यवसाय का फैलाव देश देशांतर में हुआ जिससे सामाजिक सांस्कृतिक और भाषा संबंधी अभिवृद्धि अवश्य हुई. കൂടാതെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന വ്യാപാരി വ്യവസായികളെല്ലാം അവരുടെ മറ്റ് സ്ഥലങ്ങളിലേക്കെല്ലാം പോയി നമ്മളുടെ സാമൂഹികവും സാംസ്കാരികവും ഭാഷാ സംബന്ധവുമായ അഭിവൃദ്ധിക്ക് ഈ വ്യാപാരികൾ വളരെയധികം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളിലേക്ക് പോയി അവിടുത്തെ സംസ്കാരം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും ഇവിടുത്തെ സംസ്കാരങ്ങൾ അങ്ങോട്ട് അവിടുത്തെ ഭാഷ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഈ വ്യാപാരികളുടെ സ്ഥാനം വളരെ മഹത്വപൂർണ്ണമുള്ളതാണ്. അടുത്തതാണ് സാംസ്കൃതിക സ്ഥിതി. അടുത്ത സാംസ്കാരികമായിട്ടുള്ള സാഹചര്യം എന്താണെന്ന് നോക്കാം. सामन्वयात्मकता भारतीय संस्कृति की सबसे बड़ी विशेषता है. സമന്വയാത്മകത എന്ന് പറഞ്ഞാൽ ഏകോപനം എന്നാണ് അർത്ഥം. യൂണിറ്റി ആ കാലഘട്ടത്തിൽ ഭാരതത്തിലെ വളരെ വലിയൊരു വിശേഷതയായിരുന്നു. भक्तिकालीन समय में हिंदू और मुसलमान संस्कृतियां एकजुट हो गई. ഭക്തി കാലഘട്ടത്തിൽ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും സംസ്കൃതി എന്ന സംസ്കാരം എന്ന് പറയുന്നത് ഒന്ന് തന്നെയായിരുന്നു, ഒന്നിലൊന്ന് ലയിച്ചതായിരുന്നു. संगीत और चित्रकलाओं में दोनों संस्कृतियों का समन्वय स्थापित हुई है. സംഗീതങ്ങളിലും ചിത്രകലകളിലും ഇവരുടെ രണ്ടുപേരുടെയും സംസ്കാരത്തിന്റെ സമന്വയം സ്ഥാപിതമായിരുന്നു. അന്നത്തെ കാലത്തെ ചിത്രങ്ങളും അന്നത്തെ കാലത്തെ പാട്ടുകളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അന്നത്തെ കാലത്ത് ഹിന്ദു മുസ്ലിങ്ങളുടെ സംസ്കൃതി എന്ന് പറയുന്നത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു സംസ്കൃതിയായിരുന്നു. നമുക്ക് അന്നത്തെ ചിത്രകലകൾ കണ്ടാൽ മനസ്സിലാവും. इस प्रकार भक्ति काल में भारत की संस्कृति का रूप अधिक निखरने लगा. ഇപ്രകാരം ഭക്തികാലത്തിൽ ഭാരതത്തിന്റെ സാംസ്കാരികമായ വളർച്ച നന്നായി മെച്ചപ്പെടാൻ തുടങ്ങി. സാംസ്കാരിക വളർച്ച വളരെയധികം മെച്ചപ്പെടാൻ തുടങ്ങിയിരുന്നു.
भक्तिकाल के सामाजिक राजनीतिक सांस्कृतिक സ്ഥിതി ഭക്തികാൽ के महत्व है. ഭക്തികാലത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ സ്ഥിതി എന്ന് പറയുന്നത് ആ ഭക്തികാലത്തിന്റെ ഒരു മഹത്വം തന്നെ ആണ്. मदद ये पाठത്തിന്റെ അവലോകനം എന്ന് പറയുന്നത് भक्तिकाल के आरंभ की स्थिति को समझने के लिए तत्कालीन परिस्थितियों का अध्ययन करना जरूरी है. ഭക്തികാലത്തിലെ ആരംഭിക സ്ഥിതി എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ കാലഘട്ടത്തിലെ താൽക്കാലികമായിട്ടുള്ള പരിസ്ഥിതിയെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. സാഹിത്യക दृष्टि से देखो तो मुगल काल हिंदी के भक्ति साहित्य का सुवर्णकाल कहा जाता है. സാഹിത്യ ദൃഷ്ടിയിൽ കൂടെ നോക്കുകയാണെങ്കിൽ മുഗളന്മാരുടെ കാലഘട്ടം ഹിന്ദി സാഹിത്യത്തിന്റെ സുവർണ കാലഘട്ടം എന്നാണ് പറയും. ഇതിലിപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ ഭക്തികാലത്തിന്റെ തുടക്കം ഉണ്ടായത് എങ്ങനെയാണ് എന്നും ഭക്തികാലം ഏത് കാലഘട്ടത്തിലാണ് ഏറ്റവും നല്ല സുവർണ കാലം മുഗളന്മാരുടെ കാലത്താണ്. അപ്പോൾ ഓരോ കാലങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നും ഭക്തികാലത്തിന്റെ രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹികവുമായ മേഖലകൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമ്മൾ ഈ പാഠത്തിലൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വളരെ നല്ലൊരു ലെസനാണ്. ഭക്തികാലത്തെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് അതിമനോഹരമായി പാഠം വായിച്ച് നമുക്ക് എഴുതാൻ കഴിയും. വളരെ സിമ്പിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് ഭക്തി ഭാവന ജഗാനെ കാ പര്യാപ്ത് പരിശ്രം ഭക്തികാൽ की सबसे बड़ी विशेषता है स्पष्ट कीजिए. ഭക്തിഭാവന ജനങ്ങളിലുള്ള ഭക്തിഭാവന ഉണർത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഭക്തികാലത്തിന്റെ ഏറ്റവും വലിയ വിശേഷത എന്ന് ഇത് നിങ്ങൾ സ്പഷ്ടമാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഭക്തികാലത്തിന്റെ ഒരു വലിയ പ്രത്യേകത ജനങ്ങളിൽ ഭക്തിയുടെ ഭാവന ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ് ആ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഭക്തികാലത്തെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ നമ്മൾ എഴുതി വ്യക്താക്കിയാൽ മതി, നമുക്കത് എഴുതാവുന്നതേ ഉള്ളൂ. പിന്നത്തെ അടുത്ത ക്വസ്റ്റ്യൻ ഭക്തികാल की सामाजिक और राजनीतिक परिस्थितियों लोगों में भक्ति जगाने के कहां तक सहायक बना है. അതായത് ഭക്തികാലത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ പരിസ്ഥിതി ആളുകളിൽ ഭക്തിഭാവന ഉണ്ടാക്കുന്നതിന് എത്രയധികം സഹായിച്ചിട്ടുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ പാഠം നല്ല വൃത്തിക്ക് വായിച്ച് നമുക്കത് ഉത്തരങ്ങൾ നല്ല ഭംഗിയിൽ എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലെസൺ നന്നായിട്ട് വായിക്കുക, നന്നായി മനസ്സിലാക്കുക, നല്ല രീതിക്ക് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.